ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. ആവശ്യമായ ഭൂമി എത്രയെന്ന് കൃത്യമായി കണക്കാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? അജി, സാമൂഹിക ആഘാത പഠനത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നിലവിലുള്ള വിജ്ഞാപനം റദ്ദാക്കിയതിനൊപ്പം തന്നെ വിമാനത്താവളത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി, അതായത് അബ്സല്യൂട്ട് ബെയർ മിനിമം ലാൻഡ്, അത് എത്ര എന്ന് കൃത്യമായി തന്നെ ശാസ്ത്രീയമായി അത് നിർണ്ണയിക്കുന്നത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് ഒരു തിരിച്ചടി വന്നിട്ടുള്ളത്. മാത്രമല്ല, ചില നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് കോടതി. പ്രത്യേകിച്ച് വിമാനത്താവളം പോലെയുള്ള വളരെ സാങ്കേതികവും സങ്കീർണവുമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിൽ ശാസ്ത്രീയമായി കുറെ കൂടി വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തുന്ന ഒരു പാനൽ അതിനകത്ത് ഉണ്ടാകേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ സർക്കാരിന് മുന്നിൽ ഈ വിദഗ്ധ സമിതി രൂപീകരിക്കണം. വിദഗ്ധ സമിതി രൂപീകരിച്ചതിന് ശേഷം കുറെ കൂടി ഗൗരവ സ്വഭാവത്തിൽ ഈ പഠനം നടത്തുകയും സാമൂഹിക ആഘാത പഠനം നടത്തുകയും അതിനുശേഷം ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ പറയുന്നത് അതിനനുസരിച്ച് രണ്ടാമത് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാരിനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിലവിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജി നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. മറ്റു സബ് കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം വിവിധ സബ് കോടതികളിൽ ഉള്ള ഒരു കേസാണ്. അത് തീർപ്പാകുന്നതിന് മുമ്പാണ് ഇപ്പോൾ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഹൈക്കോടതി അത്തരത്തിലുള്ള നടപടികൾ റദ്ദാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബെയർ മിനിമം ലാൻഡ് എത്രയാണ് എന്ന് കൃത്യമായി അത് വിശദീകരിക്കുന്നതിൽ സർക്കാരിനകത്ത് അത് നിർണ്ണയിക്കുന്നതിൽ സർക്കാരിനകത്ത് ചില പിഴവുകൾ സംഭവിച്ചു. പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അജി.